തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ വ്യാപ്തി കൂടുതലാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വിദഗ്ധ അഭിപ്രായം തേടുമെന്നും ഇനി എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്നതിൽ ശുപാർശ നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന ചേരുകയാണ്. ഫെമിന, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അന്വേഷിക്കും എന്ന ആ സുപ്രധാന തീരുമാനം വന്നത്. ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നോ ഇത്? അതെ, തീർച്ചയായും ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടുതലാണ് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിദഗ്ധരുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു അന്വേഷണമായിരിക്കും നടത്തുക. വെടിക്കെട്ട് നിരോധിക്കണം എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. വെടിക്കെട്ട് ഇത് പടക്ക നിർമ്മാണ മേഖല എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരുടെ തൊഴിൽ മേഖലയാണ്. അത് നിർത്തലാക്കാൻ പറയാനുള്ള ഒരു അധികാരം ജുഡീഷ്യൽ കമ്മീഷനില്ല. സർക്കാരാണ് ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഈ വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാനുള്ള ഒരു ശുപാർശ കൊടുക്കും. പ്രത്യേകിച്ച് വെടിക്കെട്ട് എന്ന് പറയുന്നത് വർണ്ണാഭമായിട്ടുള്ള ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ്. തൃശ്ശൂർ പൂരം തന്നെ വർഷങ്ങളായിട്ട് അപകടരഹിതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അപകടമില്ലാതെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ കാലാതീതമായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാനുള്ള ഒരു ശുപാർശ കൊടുക്കും. പ്രത്യേകിച്ച് ഈ ചൈനീസ് പടക്കങ്ങൾ, അനുകരണീയമായിട്ടുള്ള ചൈനീസ് പടക്കങ്ങൾ, പ്രത്യേകിച്ച് അത് കാഴ്ചയ്ക്ക് നല്ലതാണ്, എന്നാൽ സ്ഫോടക ശേഷി ഇല്ലാത്ത തരം പടക്കങ്ങളാണ്. അതുപോലെയുള്ളവ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു ശുപാർശ കൊടുക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ പ്രത്യേകിച്ച് പ്രഥമ ദൃഷ്ട്യാ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഒരു നിഗമനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അടക്കം വീഴ്ചകൾ ഉണ്ടായി. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ ചൂട് കൂടിയ ഒരു സമയത്താണ്. ഈ ചൂട് കൂടിയാൽ വെടിമരുന്നിന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളും അതുപോലെ വിദഗ്ധരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമായിരിക്കും കൂടുതൽ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി ഫെമിന.